ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. റോസിൻ്റെ കമ്പുകൾ മുറിച്ച് നട്ട് എളുപ്പത്തിൽ പുതിയ ചെടികൾ കിളിർപ്പിച്ചെടുക്കാൻ ചില ലളിതമായ വിദ്യകളുണ്ട്. റോസാ കമ്പുകൾ നടുമ്പോൾ പലർക്കും ഉണ്ടാവുന്നൊരു പ്രശ്നമാണ് അവ കരിഞ്ഞു പോവുകയോ ചീഞ്ഞു പോവുകയോ ചെയ്യുക. ഇതൊഴിവാക്കിയിട്ട് 100% വിജയകരമായിട്ട് കമ്പുകൾ നമുക്ക് കിളിർപ്പിച്ചെടുക്കാൻ സാധിക്കും. കമ്പുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒത്തിരി മൂത്ത കമ്പുകൾ എടുക്കരുത്. കട്ടി കുറഞ്ഞ് ഒരല്പം പച്ചയും തവിട്ടും കലർന്നതുമായ കമ്പുകൾ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ഇതിലെ ഇലകളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. താഴ്ഭാഗത്തെ ഇലകൾ മുഴുവനായി മാറ്റിയിട്ട് മുകളിൽ 1-2 ഇലകൾ മാത്രം നിർത്തിയിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. നമുക്ക് റോസിൻ്റെ വേര് എളുപ്പത്തിൽ പിടിപ്പിക്കാനുള്ള റൂട്ടിംഗ് ഹോർമോണുകളൊക്കെ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. എന്നാൽ ഇതില്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ചില സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കിത് എളുപ്പത്തിൽ വേര് പിടിപ്പിച്ചെടുക്കാം. അതിലൊന്നാമത്തെ റൂട്ടിംഗ് ഹോർമോൺ കറ്റാർ വാഴയാണ്. റോസയുടെ കമ്പ് നടുന്നതിന് മുൻപ് അതിൻ്റെ അടിഭാഗം ഒരു കറ്റാർ വാഴയുടെ ജെല്ലിൽ നന്നായിട്ട് മുക്കിയെടുക്കുക. കറ്റാർ വാഴയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ വേരുകൾ വേഗം വളരാൻ സഹായിക്കുകയും ഫംഗസ് ബാധ തടയുകയും ചെയ്യും. കമ്പ് ഇതേപോലെ കറ്റാർവാഴയുടെ ചെറിയൊരു കഷ്ണത്തിലേക്ക് ഇതേപോലെ കുത്തി ഇറക്കിയിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. മറ്റൊരു രീതി അല്പം മഞ്ഞൾപ്പൊടിയും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ റോസിൻ്റെ കമ്പുകളുടെ അടിഭാഗം മുക്കിയ ശേഷം നട്ടു കൊടുക്കാം. ഈ തേൻ ഉപയോഗിക്കുമ്പോൾ വേരുകളെ ഉത്തേജിപ്പിക്കുകയും മഞ്ഞൾപ്പൊടി കമ്പ് ചീഞ്ഞു പോകാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. കമ്പ് കിളിർപ്പിച്ചെടുക്കാൻ സാധാരണ മണ്ണ് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ നട്ടു കൊടുക്കുന്നതാണ്. നമ്മളിത് നടുന്ന സമയത്ത് റോസാക്കമ്പ് മണ്ണിലേക്ക് കുത്തിയിറക്കാതെ മണ്ണിൽ ആദ്യം ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കമ്പ് ഇറക്കി വെച്ച് കൊടുക്കുക. നേരിട്ട് മണ്ണിലേക്ക് കുത്തിയിറക്കിയാൽ കമ്പിൻ്റെ തൊലി ഉരിഞ്ഞു പോയിട്ട് ചീഞ്ഞു പോകുന്നതിനിടയാക്കും. പിന്നീട് മണ്ണ് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. മറ്റൊരു രീതിയിൽ ഞാൻ നട്ടുപിടിപ്പിച്ചെടുത്ത റോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടല്ലോ, ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ നട്ടതല്ല എന്ന് പറയും. ഞാൻ ചെയ്ത് സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന പൂക്കളുണ്ടല്ലോ, ഞാൻ എപ്പോഴും ഒരു 4 ഇലയുടെ അടിഭാഗത്ത് വെച്ചാണ് പൂക്കൾ കട്ട് ചെയ്ത് കൊടുക്കാറ്. അങ്ങനെ കട്ട് ചെയ്ത മൊട്ട ആണെങ്കിലും പൂവാണെങ്കിലും അതിനെ ചില സമയത്ത് അതേപടി മണ്ണിലേക്ക് കുത്തിയിറക്കി കൊടുക്കും. ആ ഒരു സമയത്ത് ചെടിയിൽ പൂവോ അല്ലെങ്കിൽ മൊട്ടോ ഉണ്ടെങ്കിൽ അത് വിരിയുന്നത് വരെ നല്ല ഫ്രഷായി തന്നെ നിൽക്കും. എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്താണ് ഇതിൽ വേര് വരുന്നത്. എല്ലാ പൂക്കളും ഞാൻ ഇതുപോലെ കളയാതെ ഇതേപോലെ ഒരു ഗ്രോ ബാഗിൽ കുത്തി കൊടുക്കാറുണ്ട്. ചിലത് പൊടിച്ച് കിട്ടും, ചിലതെല്ലാം നശിച്ചു പോകും. യാതൊരു റൂട്ടിംഗ് ഹോർമോണും കൊടുക്കാതെയാണ് ഞാനിത് നട്ടു കൊടുക്കാറ്. ഇത്തരത്തിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ. എന്തായാലും നമ്മളത് കളയുന്നതാണ്. ഒരു പഴയ ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ച് ചുമ്മാ ഇങ്ങനെ നട്ടു കൊടുത്താൽ എന്തായാലും ഒരു 10 കമ്പ് ഇതേപോലെ കുത്തി കൊടുത്താൽ 2-3 കമ്പ് എന്തായാലും പിടിച്ചു കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നൊരു രീതി, ഞാനൊരു 10ാം ക്ലാസ് വരെയൊക്കെ ചെടികൾ നട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇതേപോലെ ഒരു റോസാക്കമ്പ് കിട്ടിയാൽ അത് അതുപോലെ തന്നെ ഒരല്പം മണ്ണും ചാണകപ്പൊടിയും ചേർത്ത് അതിലങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാറായിരുന്നു പതിവ്. അന്ന് പക്ഷേ ഇതേപ്പറ്റി യാതൊരു അറിവും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് അങ്ങനെ നട്ടെങ്കിലും അതെല്ലാം വേര് പിടിക്കാറുണ്ട്. അതിലെല്ലാം തന്നെ പൂക്കളും ഉണ്ടാവാറുണ്ട്. ഇതിതാ അതുപോലെ നട്ടു കൊടുത്തതാണ് കേട്ടോ. ഇതിൽ ഇപ്പോൾ നട്ടു കൊടുത്തിട്ട് ഒരു 4-5 ദിവസം ആയതേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ അറിയിക്കാം കേട്ടോ. നട്ടതിന് ശേഷം തണലത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. ഒരു 2-3 ആഴ്ച കൊണ്ട് കമ്പുകളിൽ ഇതുപോലെ മുളകൾ വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ റിപ്പോർട്ട് ഒരിക്കലും ചെയ്യരുത്. മുളകൾ വന്നെങ്കിലും അതിൽ വേര് പിടിക്കാൻ ഒരല്പം കൂടി കാത്തിരിക്കണം. ഇതെല്ലാം അത്തരത്തിൽ മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ പറയൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും താങ്ക് യു.